പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും. വീണ്ടും ജനിച്ചവന്റെ അകത്ത് ഇത് രണ്ടുമുണ്ട്. ഏതിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നു അതനുസരിച്ചാണ് അവന്റെ ക്യാരക്ടർ. ഒരു പെറ്റ് ഡോഗും ഉണ്ട്, ഒരു ആട്ടിൻകുട്ടിയും ഉണ്ട്. നായ്ക്ക് വേണ്ട ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് പ്രബലപ്പെടും. മറിച്ച് ആട്ടിൻകുട്ടിക്ക് വേണ്ടതാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞാടിനെ പോലെ, യേശു കർത്താവിനെ പോലെ സ്നേഹമുള്ളവരായി നമ്മൾ വളരും. അതുകൊണ്ട് എഫേസ്യ ലേഖനം 4 പറയുന്നു, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. വീണ്ടും ജനിച്ചവന് പിന്നെ വലിയ പരീക്ഷകളല്ല. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അവന് പിന്നുള്ള പരീക്ഷകൾ എന്താണ്? ചെറിയ കാര്യങ്ങൾ, കോപം, ക്രോധം, മറ്റു മനുഷ്യരെ കാണുമ്പോൾ ഉള്ളിലൊരു കയ്പ്, അവരെ കുറ്റപ്പെടുത്താനുള്ള ടെൻഡൻസി, ദൂഷണം പറയാനുള്ള ടെൻഡൻസി. ഈ വക കാര്യങ്ങളിൽ നാവിനെ നിയന്ത്രിച്ചാൽ, ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ ദുർഗുണങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യുകയില്ല. കാരണം സഭാ ജീവിതത്തിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകും. സഭയിൽ ഒരുത്തൻ ജയിച്ചെന്ന് പറഞ്ഞാൽ ലോകത്തെ ജയിച്ചെന്നാണ്. സഭ എന്ന് പറയുന്ന കളരിയിൽ, സ്കൂളിൽ, കോളേജിൽ നിങ്ങൾ ജയിച്ചാൽ ലോകം നിങ്ങളുടെ കൈക്കുള്ളിലാണ്. പിന്നെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആയി. ക്രിസ്തുവാണ് പിന്നെ നമ്മളിലൂടെ വെളിപ്പെടുന്നത്. സ്നേഹമാണ് വെളിപ്പെടുന്നത്. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുക. മറ്റുള്ളവരോട് ക്ഷമിക്കുക. പഴയ കണക്കെല്ലാം എഴുതി തള്ളുക. ആരുടെയും ദോഷം കണക്കിലുണ്ടാകും. ഒരാളിങ്ങനെ ദൂരത്തു നിന്ന് കാണുമ്പോൾ തന്നെ അവൻ എനിക്ക് ചെയ്ത ദോഷമല്ല കണക്കിലുണ്ടാവുക, അത് എഴുതി തള്ളിയതാണ്. കർത്താവ് കാണുന്ന പോലെ കാണുക. എന്താ അതിൻ്റെ ഫലം? കർത്താവും നിങ്ങളുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളഞ്ഞിരിക്കുന്നു. പുതിയ ജീവിതം, പുതിയ മനുഷ്യനിൽ, ക്രിസ്തു, സ്നേഹത്തിൻ്റെ മനുഷ്യൻ.